ഹായ് ഫ്രണ്ട്സ്, അന്ന് നമ്മളെ ക്യൂബക്കി പോയപ്പോൾ ഉള്ള വീഡിയോയാണിത്. ക്യൂബക്കി പോയിട്ട് നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിരുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മൾ വെറുതെ അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് പിസ്സ കഴിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയത്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പിസ്സ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ, പിസ്സ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണത്. അപ്പോൾ ഇത് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സും നല്ലൊരു ആംബിയൻസും ഒക്കെ ഉള്ളൊരു കട. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ഉള്ളൊരു സ്ഥലം, ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ടെന്നേ നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിറച്ചും ആൾക്കാരാണ്. അതായത് ഒരു സീറ്റ് പോലും ഒഴിവില്ല. എന്നിട്ട് പിന്നെ കുറേ അധികം ആൾക്കാർ, അതായത് ഫാമിലീസൊക്കെ ഇങ്ങനെ ചുറ്റും ഇരിക്കണതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് ആ സീറ്റിൽ നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ അത് കനലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസായിരുന്നു. അപ്പോൾ കനലിൽ അവർ നേരെ ചുട്ടെടുക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്, കനലിൽ ചുട്ടെടുക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയായിരുന്നു. നമ്മൾ ചിക്കൻ പിസ്സയും പിന്നെ പെപ്പറോണി പിസ്സയാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. അങ്ങനെ കനലിൽ ചുട്ടെടുത്ത പിസ്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കാണാം, നമുക്ക് പിസ്സ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നേരിട്ടിരുന്ന് കാണാം. അപ്പോൾ ഏതൊക്കെ ടോപ്പിങ്സ് വേണം എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതേ പിസ്സയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഈ കനലിൽ ചുട്ടെടുത്തത് കൊണ്ടായിരിക്കാം കേട്ടോ സൈഡൊക്കെ കുറച്ച് കരിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല, വളരെ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ പ്ലേറ്റ്സുകളും ഗ്ലാസ്സുകളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, വളരെ എലഗൻ്റായിട്ടുള്ള പ്ലേറ്റും ഗ്ലാസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നി കഴിക്കാനായിട്ട്. അതുപോലെ വളരെ ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഒട്ടും സ്പൈസി, അത് നമ്മൾ എക്സ്ട്രാ സ്പൈസിയൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു എക്സ്ട്രാ സ്പൈസിയൊന്നും അവിടെ ഇല്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു പിസ്സയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഫ്രഷ് പിസ്സയുടെ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന ഒരു തരത്തിലുള്ള പിസ്സയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചൊക്കെ പിസ്സയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തു യാത്ര. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനത്തെ ഒരു ഷോപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് പിസ്സയൊക്കെ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന പിസ്സ അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നിരുന്നു കേട്ടോ.